ഞാൻ നേരത്തെ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ള എൻ്റെ തോന്നൽ. അമാനുഷികമോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ കഴിവൊന്നുമല്ല. നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ കുഴപ്പമാണ്, കഴിവല്ല. അപ്പോൾ അതൊരു ചെറിയൊരു ഡിഫറൻസ് ആണ്. പക്ഷെ നമുക്ക് ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, അവിടെ ചെല്ലുമ്പോൾ അയ്യോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഓൾറെഡി സീൻ, മുമ്പ് കണ്ടത്. അപ്പോൾ ആ മുമ്പ് കണ്ടതെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ഈ ഷോർട്ട് ടൈമിൽ പോവാതെ ലോങ് ടൈമിൽ പോകണു, ടെമ്പറർ ലോബിൻ്റെ ഇതിൽ ഇഷ്യൂസ് വരുന്നു, ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. സൈക്കോളജിയിലാണെങ്കിൽ ഓൾറെഡി സീൻ എന്നാണ് അതിൻ്റെ ഡേജാവു. അതായത് ഞാൻ നേരത്തെ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ള എൻ്റെ തോന്നൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഡേജാവുവിൻ്റെ സൈക്കോളജി എന്താണ്, അതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതിന് ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അതായത് ഓൾറെഡി സീൻ എന്നാണ് ഡെജാവു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ. ഓൾറെഡി സീൻ, മുമ്പ് കണ്ടത്. അപ്പോൾ ആ മുമ്പ് കണ്ടതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് 25 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ എഫക്റ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, അവിടെ ചെല്ലുമ്പോൾ അയ്യോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, മുൻപ് ഈ ഒരു സെയിം സിറ്റുവേഷൻ എനിക്ക് മനസ്സിലേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സംസാരിച്ച കോൺവെർസേഷൻ ആയിരിക്കാം. ആ ഒരു എഫക്റ്റാണ് ഇത് പറയുന്നത്. പക്ഷേ ഇതൊരു അമാനുഷികമോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ കഴിവൊന്നുമല്ല. നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ റെക്കോർഡ് ചെയ്യാതെ നേരെ അത് ലോങ് ടൈമിൽ പോവും. ലോങ് ടൈമിൽ പോകുമ്പോൾ അവിടെ ഇത് ലോങ് ടൈമിലേക്ക് മാറിപ്പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുകയാണ് ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ്ഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് എപ്പിലെപ്സി ഉള്ള, നമ്മൾ ഫിക്സ് അപസ്മാരം എന്നൊക്കെ പറയും, അങ്ങനെയുള്ളവർക്ക് ഈ സെയിം എഫക്റ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ടെമ്പറൽ ലോബ്, നമ്മുടെ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെ വരുന്ന കണക്ഷനിൽ, അതായത് ഒരു നമ്മളിപ്പോൾ പറയില്ലേ ടെക്നിക്കൽ ഗ്ലിച്ച് എന്ന് പറയുന്ന പോലെ ബ്രെയിനിൽ വരുന്ന ഗ്ലിച്ചാണ് ഡെജാവു. അല്ലാതെ ഒരു ESP പോലെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഒന്നുമല്ല അത്. നമുക്ക് തോന്നുമോ എനിക്ക് ഭയങ്കര കഴിവുണ്ട്, കഴിവല്ല. ഈ ഷോർട്ട് ടൈമിൽ പോവാതെ ലോങ് ടൈമിൽ പോകണു, ടെമ്പറർ ലോബിന്റെ ഇതിൽ ഇഷ്യൂസ് വരുന്നു. അപ്പൊ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത ഫീല് നമുക്ക് വരും. കുഴപ്പമാണ്, കഴിവല്ല. അപ്പൊ അതൊരു ചെറിയൊരു ഡിഫറൻസ് ആണ്. പക്ഷെ നമുക്ക് ഒരു 25 വയസ്സ് വരെ അതൊരു കൂടുതലായിട്ട് കണ്ടുവരുന്ന പറയുന്നത്. നല്ലൊരു എഫക്ട് എനിക്കുണ്ടായിട്ടുണ്ട്, ഡെജാവു എഫക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അയ്യോ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം. പക്ഷെ 30% ആൾക്കാർക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അതില് നമ്മളൊക്കെ പെട്ടിട്ടുണ്ടാവും 30%-ലും തോന്നുന്നു. ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. സൈക്കോളജിയിലാണെങ്കിൽ ഓൾറെഡി സീൻ എന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.